എനിക്ക് പറയാനുള്ളത് ഭയങ്കര സന്തോഷമാണ്. എല്ലാ നേതാക്കന്മാരും എന്നെ വന്ന് കണ്ടു, വളരെ സന്തോഷം എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ വളരെ പ്രതീക്ഷയിലാണ്. അതൊക്കെ എന്തായാലും അവിടെ എനിക്കിപ്പോൾ നല്ല സന്തോഷത്തിലാണ്. UDF നല്ല എല്ലാ പാർട്ടികളും എന്നെ വന്ന് കണ്ടു. എൻ്റെ പാർട്ടി മാത്രം, എൻ്റെ പാർട്ടി നിങ്ങൾക്ക് അറിയാലോ ഏതാ പാർട്ടി, CPI മാത്രം വന്നിട്ട് ബാക്കി എല്ലാ പാർട്ടികളും ഇവിടെയുള്ള നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പാർട്ടികളും എന്നോട് സന്തോഷം പറഞ്ഞു, വളരെ അഭിമാനമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞു പിരിഞ്ഞു. ഇത്ര പറയാനുണ്ടോ? വേറെ ഒന്നും പറയാം. അല്ല, എനിക്ക് മത്സര രംഗത്ത് ഏറ്റവും പ്രത്യേകത ഉള്ളത് ഞാൻ 5 വർഷക്കാലമായി എൻ്റെ നാട്ടിൽ നിയോജകമണ്ഡലം ചെയ്ത വികസനം മതി എനിക്ക് വോട്ട് കിട്ടാൻ, വേറെ ഒന്നും വേണ്ട. അത് പലരുടെയും നമുക്കറിയില്ല, മറ്റുള്ള പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നിലയിലൊന്നും പറയുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൽ ഞാൻ ഇറങ്ങണം. പിന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അത് ഒഴിച്ച് എൻ്റെ പാർട്ടി ഒഴിച്ച് ബാക്കി എല്ലാവരും എനിക്ക് വളരെ സന്തോഷകരമായ രീതിയിലുള്ള സന്തോഷം തന്നിട്ടുണ്ട്. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ കാണുന്നുണ്ട്, എല്ലാവരും വന്ന് വിളിക്കുന്നുണ്ട്, കാണുമൊക്കെ. അപ്പോൾ ചില വിഷയത്തിൽ പലരും ഒന്നായി കിട്ടുമെന്ന് തോന്നുന്നില്ലല്ലോ നമുക്ക്. പല പ്രദേശമൊക്കെ ഉണ്ടാവട്ടെ, അതൊക്കെ വേറെ, അതൊക്കെ സംഘടനപരമായിട്ട് അവർ പരിഹരിച്ചോളൂ. അതിൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ ജോസ് വള്ളൂർ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരൻ, എൻ്റെ അന്തിക്കാട് പഞ്ചായത്തിലുള്ള ആളും ജോസ് വള്ളൂർ. രാഷ്ട്രീയം മാത്രമല്ല, സന്തോഷകരമായ അനുഭവം പകരാൻ വേണ്ടി വന്നതാണ്. കാര്യങ്ങൾ സംസാരിച്ചാൽ പെട്ടെന്ന് പോയില്ലേ ഇവിടെ. അതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾക്ക് തോന്നാവും ചിലപ്പോൾ അങ്ങനെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അന്തിക്കാട് പഞ്ചായത്തിലത്തെ എൻ്റെ കൂട്ടുകാരൻ തന്നെ പറയാം, കാര്യങ്ങൾ ഇടയ്ക്കാട് വർത്തമാനം പറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സന്തോഷം പറഞ്ഞ് ആൾ പിരിഞ്ഞു പോയി, വേറെ ഒന്നുമില്ല എൻ്റെ അകത്ത്. അല്ല, ശരിയാണ്, സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോകാനാണ് സാധനം. അവരാണല്ലോ എന്നെ ഒന്ന് ഒഴിവാക്കിയത്. അതുകൊണ്ട് അത് ഒരു വരാൻ സാധ്യത, മനസ്സിന് വേദനയുണ്ടാവും. അപ്പോൾ അത് വരട്ടെ, കുഴപ്പമില്ല. ബാക്കി എല്ലാം കൊണ്ട് എനിക്ക് വളരെ സന്തോഷമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ മത്സരരംഗത്തുണ്ടാവുന്നു, വേറെ ഒന്നും പറയാൻ അതൊന്നുമില്ല. അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷെ ഞാൻ മത്സരിച്ച് മുന്നോട്ട് പോകും. ഇത്ര അതൊക്കെ ആൾക്കാർ വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. അതിപ്പോൾ അവിടെ ചെന്നിട്ട് അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അല്ലാതെ കഴിഞ്ഞല്ലോ എല്ലാം. പക്ഷെ എന്നെ വിളിച്ച് അവർ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടില്ലേ? ആള് പറഞ്ഞത് കാര്യങ്ങളൊക്കെ, ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ഉള്ളതുകൊണ്ട് പറഞ്ഞു സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വന്ന എല്ലാവരോടായിട്ട് സംസാരിച്ചു. വളരെ സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ സന്തോഷ പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കുള്ളതെന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കാരും വളരെ സന്തോഷകര അനുഭവമാണ് പറയുന്നത്. അത് ആ തർക്കം എൻ്റെ 5 വർഷത്തെ വികസന പ്രവർത്തനം വളരെ മാതൃകയല്ല. നിങ്ങൾ പരിശോധിച്ചോ? നിങ്ങൾ നാട്ടിലേക്ക് വരുമോ? നമുക്ക് അവിടെ ഇതൊക്കെ ടൂറിസം മേഖലയൊക്കെ ഉണ്ടാവും, കണ്ട് വളരെ സന്തോഷമായിട്ട് പിരിയാനോടുള്ള അഭിപ്രായം ചോദിക്കുകയും ചെയ്യാം. ഇതാണ് പറയുന്നത്. സന്തോഷത്തിലാണ് പോകണം കേട്ടോ. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.